ഉച്ചയ്ക്ക് വരുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് ധർമ്മപുത്രൻ. ഇത് കേട്ടിട്ട് വൈകുന്നേരം കൊടുക്കില്ല അല്ലേ? നിങ്ങൾ പറഞ്ഞത് മഹാഭാരതത്തില് എവിടെയാ പറഞ്ഞത്? ഇതൊന്നും ചോദിക്കണ്ട. ഒരാശയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് പലരും. അതൊരു ഉദാഹരണം മാത്രമാണ്. എല്ലാവരെയും വല്ലാതെ തെറ്റ് ചെയ്താൽ വെറുക്ക് പോകും. അമ്മയാണെങ്കിൽ പോലും വെറുക്കും മകൻ എന്നൊരു വരി പറഞ്ഞപ്പോ ഒരു സ്ത്രീ എന്നെ പഠിപ്പിക്കുക. അമ്മയെ വെറുക്കാൻ പാടില്ല. അതല്ല, ഇതൊരു ഉദാഹരണം പറഞ്ഞതല്ലേ. എനിക്ക് ദേഷ്യം വന്നു. അമ്മയെ വെറുക്കുന്നത് ശരിയല്ല, കൊണ്ട് അവർ ക്ലാസ് എടുക്കുന്നത്. ഇതെന്തോ വേറെ കാര്യം പറയാനുള്ള ഉദാഹരണമാണ്. പൊന്നും കട്ടാണെങ്കിലും വലിച്ചെറിയെന്ന് പറഞ്ഞ പോലെയാ. അത് പൊന്ന് വലിച്ചെറിയരുത് കേട്ടോ. അതിനിപ്പോ 1,00,000 റുപ്യ വില ഉണ്ടെന്ന് പറയരുത്. ധർമ്മപുത്രർ വരുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കും. അങ്ങനെ കൊടുത്ത് തീർന്നുപോയി. സമയവും കഴിഞ്ഞു. അപ്പൊ ഒരാൾ വന്നു. ഇദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞു, വീഡിയോ കൂട്ടി, നാളെ തരാന്ന്. ഇത് കേട്ടിട്ട് ഭീമസേന അവിടെ നിന്നിട്ട് അങ്ങോട്ട് ചിരിയാണ്. സന്തോഷത്തിലുള്ള ചിരി. ഈ വന്ന ആള് പട്ടിണി കിടക്കുന്നല്ല. അയാൾക്ക് വേണ്ടത് എന്താ വെച്ചാ ഭീമസേന വേറെ കൊടുക്കും. അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷെ ഇത്ര സന്തോഷിച്ച് ചിരിക്കാൻ കാരണം എന്താ? അവിടെയാണ് ഇവിടെ വിഷയം. ഭീമസേനൻ പറഞ്ഞു, ഏട്ടൻ ഒരു കാര്യം പറഞ്ഞ അതിന് മാറ്റം ഉണ്ടാവില്ല. നാളെ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ അങ്ങനെ പറയാറില്ലേ? അങ്ങനെ പറയണ മാതിരിയല്ലോ ഏട്ടൻ പറഞ്ഞത്. ഏട്ടൻ ജ്ഞാനിയാണ്. നാളെ ഈ നേരം വരെ ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യം ഏട്ടന് തീർച്ചയുണ്ടായോണ്ടാണ് ഏട്ടനെ പറഞ്ഞത്. അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടേ? എന്റെ ഏട്ടൻ നാളെ ഈ നേരം വരെ എന്റെ ഏട്ടൻ ജീവിച്ചിരിക്കും, തീർച്ച, പേടിക്കാനില്ല. സന്തോഷിക്കണ്ടേ? ഞാൻ ചിരിക്കണ്ടേ? പൊട്ടിച്ചിരിക്കണ്ടേ? ആരൊക്കെയാണ് പറയാൻ ധൈര്യം നാളെ ഈ നേരത്ത് കൊടുക്കാമെന്ന്? ഇന്ന് ഇത് പറയുമ്പോ വെടിക്കെട്ട അപകടത്തെ പറ്റിയിട്ട് ടെലിവിഷനിൽ എത്ര പേര് അതിൽ പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്നത് അതിന് തൊട്ടു മുമ്പേ അവർ ചായ കുടിച്ചതിന്റെ ഇവിടുത്തെ ഒരു കണക്ക് നോക്കിയാണ് അടുത്ത മിനിറ്റിൽ നാം ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഈ ഭൂമിയിൽ ആരൊക്കെങ്കിലും കഴിയും. ഒരാൾ പറഞ്ഞു, ഇത്തരം അപകടമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം. അതിലേറെ അപകടമുള്ള കാര്യങ്ങൾക്കല്ലേ നമ്മൾ പോയത്? ഒരു വിമാനം കത്തിയിട്ട് ആരാധ്യനായിട്ടുള്ള ഒരു നേതാവ്, ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നഷ്ടപ്പെട്ടത് അറിഞ്ഞും കൊണ്ടല്ലേ നമ്മൾ പിന്നെ വിമാനത്തിൽ കയറി? ഇപ്പൊ ഈയിടെ ഒരു ഫ്ലൈറ്റിൽ പോയപ്പോ വളരെ അങ്ങട് നല്ല നിരയാണ്. എത്രയോ പേര് യാത്ര ചെയ്യുന്ന വിമാനമാണ്. പുറകിലേക്ക് നോക്കും. ആ വിമാനത്തിലത്തെ വെയിറ്റ് എത്രയാണ്? നമ്മളറിയാമല്ലോ, നമ്മളെക്കാൾ തൂക്കമുള്ള വെയിറ്റ് വിമാനത്തിൽ കയറുമ്പോ കൗണ്ടറിൽ കൊടുക്കും. അതങ്ങോട്ട് മാറ്റി വെക്കും. അത് കൃത്യമായിട്ട് ആ ബെൽറ്റിലൂടെ
നീങ്ങുന്നത് കാണാം. അത് എന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനത്തിന്റെ താഴെ നമ്മളെക്കാൾ കൂടുതലുള്ള വെയിറ്റ്, അതുകൂടാതെ കഴിക്കാനുള്ള ആഹാരം, വസ്തുക്കള്, എത്രയോ ആളുകൾ, ഇത് മുഴുവൻ ഒരു മായ എന്ന രീതിയിൽ ആകാശത്തിലേക്ക് പറക്കുകയുണ്ട്. വലിയ എയർപോർട്ടുകളിൽ ഇരിക്കുമ്പോൾ ഒരു വിമാനം വരും, പൊന്തി. അവനായിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തവൻ ക്യൂ നിൽക്കുകയാണ് പൊന്താനായിട്ട്. അനുനിമിഷം കൺമുന്നിൽ ഇത് കണ്ടിട്ടു. ലോകം ആവർത്തിക്കുന്നു. ധർമ്മപുത്രർ തന്നെ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? പഴുത്ത പ്ലാവലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ പച്ച പ്ലാവലകൾക്ക് പരിഹാസമാണ്. പഴുത്ത പ്ലാവല നിലംപതിക്കുന്നു. ഈ ചിന്ത ഒട്ടും മനുഷ്യനെ ബാധിക്കില്ല. ബാധിച്ചാൽ ജീവിതം ഇല്ല. ഈ ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. സംഭവിച്ചാലും എന്നെ ബാധിക്കില്ല. വയസ്സ് 96. പെൻഷനറീസ് എന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ടെൻഷൻ അടിച്ച് ഒരു കാരണവര് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയെ സമീപിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, അടുത്തിരിക്കുക എന്ന് വേറെന്തോ ഒരു കാര്യത്തിന് അദ്ദേഹത്തായിട്ട് സംസാരിച്ചു. ഈ ആളെ ആശ്വസിപ്പിച്ച് വിട്ടപ്പോ ഈ സെക്രട്ടറി പറഞ്ഞു, അയാൾ എത്ര കോടി ഒക്കെ സമ്പത്തിലുള്ള ആളാ അറിയോ? ആ സമ്പത്ത് കൂടാതെ കൊല്ലും ഗവൺമെന്റ് വക ഒരു ഗ്രാൻഡും കൊടുത്തിട്ടുണ്ട്. അത്ര പൈസ, 10 പൈസ ചെലവില്ല. ആ പണത്തിനോടുള്ള ആസക്തി കണ്ടില്ലേ എന്ന് സെക്രട്ടറി പറഞ്ഞു. ഇത് പണ്ട് 1 മാസത്തിനുള്ളിൽ ചെറുപ്പക്കാരനായ സെക്രട്ടറി മരിച്ചു. ചെറുപ്പക്കാരച്ച റിട്ടയർ ചെയ്ത ആളാണ്. അതിനുശേഷം മറ്റാളും പോയി. 1/1/2027 1/1/2027 എന്ന ഡേറ്റ് എഴുതി ഒരു കത്തെഴുതാൻ ധൈര്യമുള്ള എത്ര പേരിപ്പുണ്ട്? ആർക്കെങ്കിലും വാക്ക് തരാൻ പറ്റും? അടുത്ത ജനുവരി 1-ാം തീയതി ഞാനൊരു കത്തിൽ 1/1/2027 എന്ന് എഴുതും. ആർക്കും പറയാൻ കഴിയില്ല. ഈ അത്ഭുതത്തെ നോക്കിയിട്ട് മായ എന്ന് വിളിച്ചു. ഒരാൾക്കും ആ ചിന്ത ഇല്ല. മരണത്തെ പറ്റിയിട്ടും പറയുന്നത് മരണത്തെ ഭയമില്ല എന്നൊക്കെ പറയുന്നു. അവര് ഭയക്കുന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ പ്രപഞ്ചത്തിന്റെ സ്വഭാവം ഇതാണ്. ലോകമുള്ളിടത്തോളം കാലം ഞാനും എന്റെ കുട്ടികളും എന്റെ വേറെ കുട്ടികളും എന്ന് ചിന്തിക്കുന്നതാണ് ഭൂലോകത്തിന്റെ ഒരു സ്വഭാവം. അങ്ങനെ വരുമ്പോ തത്വചിന്തയിൽ പ്രാധാന്യമുള്ളവർ ഓരോരോ സംഭവം കേൾക്കുമ്പോ തന്നെ എനിക്കതൊന്നും ബാധകമല്ല, ഈ വളവിൽ ഇത്ര അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള ബോർഡ് വായിക്കുമ്പോൾ ഒരു ഡ്രൈവറുടെ മുഖത്തും ചമ്മല് ഞാൻ കണ്ടിട്ടില്ല. വലിയ വാഹനാപകടങ്ങൾ നടന്നതിന് ശേഷം ഇപ്പുറത്ത് നമ്മുടെ വണ്ടി നിർത്തുമ്പോൾ
അശ്രദ്ധ വന്നാൽ നമുക്കും ഇത് ബാധകമാണ് എന്ന ചിന്തയോ ഭാവമോ, അങ്ങനെ ഭാവം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചതിന്റെ ഉത്തരം വേറൊരു ദിവസം പറഞ്ഞതാണ്. ധന്യമേ ജീവിതത്തിൽ ഇതൊക്കെ ചിന്തയ്ക്ക് വിടുന്നു.